രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഒരു ദിവസമെങ്കിലും ഈ കൊട്ടാരത്തിലും ഈ രാജ്യത്തിലുമുള്ള ജനങ്ങള് കൗസല്യയുടെ മുന്നിൽ ചെന്ന് ബഹുമാനത്തോടു കൂടിയിട്ട് രാജമാതാവെന്നുള്ള ആ ഒരു ആദരവോടുകൂടിയിട്ട് കൈകൂപ്പുന്നത് ഞാൻ കാണാനിടയായാൽ അതിൽ പരം ദുഃഖം എനിക്ക് വേറെ ഏതിരിക്കുന്നു. കൗസല്യക്ക് ആ പദവി ഒരു കാരണവശാലും കിട്ടാൻ പാടില്ല. മന്ധര കൃത്യമായ സ്ഥാനത്താണ് തന്റെ അസ്ത്രം പ്രയോഗിച്ചത്. സപത്നിമാർ തമ്മിലുള്ള മത്സര്യം, കൈകേയിക്ക് കൗസല്യയോടുള്ള മത്സര്യം. രാമൻ രാജാവായി കഴിഞ്ഞാൽ കൗസല്യ രാജമാതാവാകും. അപ്പോഴേക്കും കൗസല്യ കൈകേയിയേക്കാളും ശ്രേഷ്ഠമായ പദവിയിലായി കഴിഞ്ഞിരിക്കുന്നു. പണ്ട് കല്യാണം കഴിഞ്ഞ് കൈകേയി ഇവിടെ വന്ന അവസരത്തില് കൈകേയി കൗസല്യയോട് കാണിച്ച ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തിന് കൗസല്യ പ്രതികാരം ചെയ്യും എന്ന് മന്ധര പറഞ്ഞു കേൾപ്പിച്ചു. അതിലാണ് കൈകേയിയുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇളകിപ്പോയത്. കൈകേയി അത് ഇവിടെ പറയുന്നു. നാട്ടിലുള്ള ജനങ്ങൾ രാജമാതാവ് എന്നുള്ള നിലയിൽ കൗസല്യയുടെ മുന്നിൽ വന്ന് കൗസല്യയെ തൊഴുതാൽ അത് കാണേണ്ട ഗതികേട് വന്നാൽ ശ്രേയോ നന്നു മൃതർമമ, അതിനേക്കാളും നല്ലത്, എല്ലാവരും കൗസല്യയെ തൊഴുന്നത് കാണുന്നതിനേക്കാളും നല്ലത് മരണമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടല്ലയോ മഹാരാജാവേ, എന്റെ ഈ അഭ്യർത്ഥനയില് യാതൊരു മാറ്റവുമില്ല എന്നറിഞ്ഞുകൊള്ളുക. അങ്ങനെ എന്തെല്ലാം ന്യായം എന്റെ മുന്നിൽ ഉന്നയിച്ചാലും ഞാനത് അംഗീകരിക്കില്ല എന്നറിഞ്ഞുകൊള്ളുക. ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഉണർന്നു. വീണ്ടും പല പ്രകാരത്തില് കൈകേയിയോട് യാചിക്കുന്നു. വളരെ സുദീർഘമായിട്ടുള്ള സർഗങ്ങളാണ് ഇവിടെ, അത്യന്തം നാടകീയമായിട്ടുള്ള സർഗങ്ങൾ. കാവ്യത്തിന്റെ ഹൃദയമായിരിക്കുന്ന നാടകീയത എങ്ങനെ കാവ്യത്തിൽ വരുത്തണം എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാവ്യ കലാ രസികന്മാർക്ക് പഠിക്കാൻ പറ്റിയ സർഗങ്ങളാണ് ഈ ഭാഗം. ദശരഥന്റെ അഭ്യർത്ഥനയും കൈകേയിയുടെ നിരാസവും. അങ്ങനെ ആ സുവിശദമായ സർഗങ്ങളിലൂടെ ദീർഘമായിട്ട് ഇനി യാത്ര ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ പരിണതിയിലേക്ക് വേഗത്തിലേക്ക് പോവാൻ മഹാരാജാവ് തന്റെ അഭ്യർത്ഥനകളെല്ലാം കൈകേയി നിഷ്കരണം തള്ളിക്കളഞ്ഞപ്പോ വളരെ ദുഃഖിതനായിട്ട് ആ നിലത്ത് വീണ് ഉരുണ്ടു. ആ അവസരത്തില് സൂര്യൻ ഉദിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അയോധ്യ ഇപ്പോഴും ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഹ്ലാദം നിറഞ്ഞതായ ശബ്ദം സമുദ്രത്തിന്റെ ഇരമ്പല് പോലെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. കൈകേയിക്കും അത് കേൾക്കാം. അത് കേൾക്കുന്നതിന് കൈകേയിയുടെ ഹൃദയം ക്രോധം കൊണ്ട് ആകെ തപിക്കുകയാണ്. ദശരഥ മഹാരാജാവിനും ആ ശബ്ദം ഇപ്പോഴിതാ ദുഃഖത്തെ വളർത്തുന്നു. അദ്ദേഹം കൈകേയിയുടെ ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പും ആ ശബ്ദം ജനങ്ങളുടെ ആഹ്ലാദത്തിന്റെ ഇരമ്പിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തിന് അത് അങ്ങേയറ്റം ആഹ്ലാദജനകമായിരുന്നു. ജനങ്ങളുടെ ഈ സന്തോഷം, രാമനെ സ്വീകരിക്കാനുള്ള അവരുടെ ആ അത്യധികമായിരിക്കുന്ന ഉന്മേഷം,
അത് അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷം നൽകി. പക്ഷെ ഇപ്പോ രാമന് കിരീടം നൽകാനാകുന്നില്ല. രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് വന്നപ്പോ, അതല്ലെങ്കിൽ കൈയ്ക്ക് കൊടുത്ത വാക്ക് ലംഘിക്കണം, ഏതായാലും ഒരു അധർമ്മം ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നപ്പോ ഒരധർമ്മവും ചെയ്യാൻ തനിക്ക് ആവില്ല. തന്റെ രീതി അതല്ല, ഇക്ഷ്വാകുക്കളുടെ രീതി അതല്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരല്ല ഇക്ഷ്വാകുക്കൾ. ദശരഥന്റെ ജീവിതത്തില് ഇതുവരെയും അധർമ്മം പ്രവർത്തിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന ദശരഥ മഹാരാജാവിന് ആളുകൾ ഇങ്ങനെ ഉത്സവം ആഘോഷിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ദുഃഖം അസഹനീയമായിട്ട് വർദ്ധിക്കുന്നു. ആ ആഘോഷമെല്ലാം ചെന്നുപെടുന്നത് എത്ര ഭീകരമായ ദൈന്യതയിലേക്കാണ് എന്നതോർത്ത് അദ്ദേഹം ആകെ തകർന്നു പോകുന്നു. ഈ അവസരത്തില് സൂര്യൻ ഉദിക്കുന്നു. തഥപ്രഭാതാം രജനീം ഉദിതേച്ച ദിവാകരെ. 14ാമത്തെ സർഗമാണ് അയോധ്യാകാന്ഡത്തില്. ഇതാ രാത്രി കഴിയുന്നു. രാത്രി യാത്ര പറയുമ്പോഴേക്കും അങ്ങ് കിഴക്കേ ചക്രവാളത്തില് ദിവാകരൻ, സൂര്യൻ സ്വർണ കിരണങ്ങൾ വിതറിക്കൊണ്ട് ക്രമേണ ഉദിക്കുകയായി. ആദ്യം കിഴക്കേ ചക്രവാളത്തില് സൂര്യന്റെ സുവർണ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് പ്രകടമായി തുടങ്ങി. അത് മാത്രമല്ല, മുഹൂർത്തമോ പുണ്യേ നക്ഷത്രയോഗേച്ച മുഹൂർത്തേച്ച സമാഗതേ. പുണ്യമയമായ നക്ഷത്രയോഗം. ചന്ദ്രൻ പുണ്യ നക്ഷത്രത്തോട് ചേർന്നിരിക്കുന്നു. ഏതാ? പൂയം നക്ഷത്രം, പുഷ്യ നക്ഷത്രം. ആ നക്ഷത്രത്തോട് ചന്ദ്രനിതാ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. പൂയം നക്ഷത്രമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുകൂലമായിരിക്കുന്ന മുഹൂർത്തം വന്നു ചേർന്നു. അതാണ് മുഹൂർത്തേച്ച സമാഗത്തെ. അഭിഷേക മുഹൂർത്തം വന്നു ചേർന്നപ്പോ അഭിഷേകം വസിഷ്ഠന്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് വേണ്ടുന്നതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ട് ജനങ്ങൾ നിർനിമേഷരായിട്ട് വഴിയോരത്ത് കാത്തു നിൽക്കാണ്. അദ്ദേഹം വരുമ്പോഴേക്കും സൂര്യനും ഉദിക്കും. അപ്പോഴേക്കും അഭിഷേകവും നടക്കും. സ്വജീവിതത്തിലെ ഏറ്റവും സന്തോഷജനകമായ സംഭവം നേരിട്ട് കാണാൻ കഴിയും. അങ്ങനെ ജനങ്ങൾ നോക്കി നിൽക്കുന്ന അവസരത്തില് വസിഷ്ഠോ ഗുണസമ്പന്ന ശിഷ്യേ പരിവൃതസ്തഥ. ഗുണസമ്പന്നനായ വസിഷ്ഠൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം, ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് അഭിഷേകത്തിന് വേണ്ടുന്ന സന്നാഹങ്ങളെല്ലാം നേരത്തെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി താൻ കൊണ്ടുവരേണ്ടതായ പൂജാദ്രവ്യങ്ങൾ അതെല്ലാം കൊണ്ട് അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം വരികയാണ്. അദ്ദേഹം ആ കൊട്ടാരം നിലനിൽക്കുന്ന, സഭാഗ്രഹങ്ങൾ നിലനിൽക്കുന്ന, രാജകീയമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ആ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു ശിഷ്യന്മാരോടൊപ്പം. ആളുകൾ അത് കണ്ടിട്ട് വളരെയേറെ ആനന്ദിച്ചു. അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴേക്കും ആ അയോധ്യയുടെ അവസ്ഥ അദ്ദേഹം കാണുന്നുണ്ട്, വസിഷ്ഠൻ കാണുന്നുണ്ട്. സിക്ത സമ്മാർജിത പഥാം പതാകോത്തമ ഭൂഷിതാം. ആ പഥങ്ങളെല്ലാം, ആ രാജവീഥികളെല്ലാം സുഗന്ധിയായ ജലം കൊണ്ട്, തീർത്ഥജലം കൊണ്ട് തളിച്ച് ഭംഗിയായിട്ട് വൃത്തിയാക്കി വെടിപ്പാക്കി ഇട്ടിരിക്കുന്നു. പതാകോത്തമ ഭൂഷിതാം. അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം പതാകകളാൽ അലങ്കൃതമായിരിക്കുന്നു. സംഹൃഷ്ട മനുജോപേതാം. ആ കെട്ടിടങ്ങളിലും അതിനു മുന്നുള്ളതായ റോഡുകളിലും എല്ലാറ്റിലും അങ്ങേയറ്റം സന്തുഷ്ടരായിരിക്കുന്ന, ഉത്സവത്തിൽ ലയിച്ചു നിൽക്കുന്ന, രാമന്റെ കിരീടധാരണം എന്നുള്ള മഹോത്സവം കാണാൻ നിർനിമേഷരായി നോക്കി നിൽക്കുന്ന ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ രാജവീഥിയെ അദ്ദേഹം കാണുന്നുണ്ട്. സമൃദ്ധ വിപണാപണം. ആ രാജവീഥിയുടെ ഇരുവശവും വലിയ വലിയ കെട്ടിടങ്ങളുണ്ടെന്ന് മാത്രമല്ല, കടകളുണ്ട്, അങ്ങാടികളുണ്ട്. ആ കടകളും അങ്ങാടികളും എല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതായ പദാർത്ഥങ്ങളെ കൊണ്ട്
പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു. മഹോത്സവ സമായുക്താം രാഘവാർത്ഥേ സമുത്സുകാം. വലിയ ഉത്സവം അവിടെ തകർത്ത് നടക്കുകയാണ്. രാമനെ കിരീടം വെച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ഔത്സുക്യത്തോടുകൂടി ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ചന്ദനവും അകിലുമൊക്കെ പുകച്ച് ആ അന്തരീക്ഷം മുഴുവൻ സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ പുരിയിലൂടെ, ആ പട്ടണത്തിലൂടെ, ആ പട്ടണത്തിലെ ആ രാജവീഥിയിലൂടെ വളരെ വേഗത്തില് വസിഷ്ഠ ഋഷി ശിഷ്യന്മാരോടൊപ്പം നടന്ന് നേരെ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു.